ജമ്മുകശ്മീരിലെ ഉധംപൂർ സെക്ടറിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ. 3 ഭീകരരെ വളഞ്ഞതായി റിപ്പോർട്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ ഇന്ന് സർവകക്ഷി യോഗം ചേരും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ സുരക്ഷാകാര്യ സമിതിയിലെ തീരുമാനങ്ങൾ വിശദീകരിക്കും. ഭീകരർക്കായുള്ള തിരച്ചിലും ഊർജിതമാക്കിയിട്ടുണ്ട്. അതേസമയം ജമ്മുകശ്മീരിലെ സാഹചര്യം വ്യക്തമാക്കാൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള വിളിച്ച സർവകക്ഷി യോഗവും ഇന്ന് നടക്കും. വിവരങ്ങളുമായി പഹൽഗാമിൽ നിന്ന് നന്ദഗോപനും ഡൽഹിയിൽ നിന്ന് ജിഷ്ണുവും ചേരുന്നു. നന്ദഗോപനിലേക്ക് ആദ്യം പോകാം. ഈ പഹൽഗാമിൽ ഇന്നിപ്പോൾ സ്ഥിതിഗതികൾ വലിയ നിയന്ത്രണത്തിലേക്കും മറ്റുമൊക്കെ കശ്മീർ ഒന്നാകെ തന്നെ മാറിയിട്ടുണ്ടല്ലോ നന്ദഗോപൻ. വലിയ തരത്തിലുള്ള നിയന്ത്രണങ്ങളുണ്ട്. അതേസമയം സർവകക്ഷി യോഗങ്ങളും മറ്റും നടക്കാനിരിക്കെ തീരുമാനങ്ങൾ വരേണ്ടതുണ്ട്. ശക്തമായ തിരിച്ചടി എന്ന നിലയിൽ തന്നെയാണ് ഭാരതം ഒന്നാകെ ഒരു വികാരം ഉയരുന്നതും. നന്ദൻ, കഴിഞ്ഞ ദിവസം നടന്ന ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മു കാശ്മീരിലുടനീളം സുരക്ഷ കർശനമാക്കിയിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പെഹൽഗാമിലെ ഇന്നലെ ഈ അക്രമം നടന്ന ബൈസരൻ വാലിയിലാണ്. ദൃശ്യങ്ങളിൽ കാണാം, സൈനികരെ കാണാം. സൈനികർ അവർ ഇവിടെ കോമ്പിംഗ് ഓപ്പറേഷൻ്റെ ഭാഗമായി എത്തിയതാണ്. ധാരാളം സൈനികരുണ്ട്. ഇതിൽ ഉൾപ്പെടുന്നു. ഇതിൽ ഈ ഒരു മേഖലയിൽ വെച്ചിട്ടാണ് ഇന്നലെ അക്രമം ഉണ്ടായത്. കാണാം, എത്ര ദുർഘടമായ പാത കയറിയാണ് ഇവിടേക്ക് സഞ്ചാരികൾ എത്തുന്നത്. വളരെ നയനമനോഹരമായ ആ കാഴ്ച കാണാൻ വേണ്ടിയാണ് സഞ്ചാരികൾ ഇത്ര കഷ്ടപ്പെട്ട് വളരെ ദുർഘടമായ പാതയിലൂടെ എത്തുന്നത്. കൂടുതലും ഈ പാതകൾ നോക്കിയാൽ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ കുതിരക്കുളമ്പുകളുടെ പാടുകൾ കാണാം. കുതിരപ്പുറത്താണ് സാധാരണഗതിയിൽ ആൾക്കാർ ഇവിടേക്ക് എത്താറ്. നമ്മളിപ്പോൾ ജനം TV സംഘം കാൽനടയായി ഇവിടെ നടന്ന് എത്തിയിരിക്കുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, ഇന്നലെ ഈ കാടിൽ ഉള്ളിൽ നിന്നുമാണ്, ഈ പൈൻ കാടുകളുടെ ഉള്ളിൽ നിന്നുമാണ് ഇന്നലെ ഭീകരർ ഓടി അടുത്തത് എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ ഈ ഡ്യൂട്ടിയിലുള്ള സൈനികർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലേക്ക് ഇപ്പോൾ സഞ്ചാരികളെ ആരെയും തന്നെ കടത്തിവിടുന്നില്ല. പൂർണ്ണമായും ഇവിടെ ഇപ്പോൾ ബന്ദോബസ്ത് ചെയ്തിരിക്കുകയാണ്. അതേപോലെ തന്നെ കൂടുതൽ സൈന്യത്തെ ഈ ഭാഗത്തേക്ക് വിന്യസിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇതുമൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംഘവും ഇവിടെ കോമ്പിംഗ് ഓപ്പറേഷനൊപ്പം തന്നെ ഈ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘവും ഇവിടെ ഇപ്പോൾ നിലവിലെത്തിയിട്ടുണ്ട്. അവരുടെ അന്വേഷണം തുടരുകയാണ്. NIA IG റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അവർ കരുതുന്നത് ഏതാണ്ട് 7 ഭീകരർ ഈ ഒരു അക്രമത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. അതിൽ 3 പേർ പാകിസ്ഥാനികളാണ് എന്നുള്ളതാണ് അവർക്ക് ലഭിച്ച സൂചനകൾ. അതായത് ഇതിൽ 3 പേർ അവർ ഈ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രൊവിൻഷ്യനിൽ സംസാരിക്കുന്ന ഉറുദു കലർന്ന ഭാഷ സംസാരിച്ചു എന്നുള്ളതാണ് ഇന്നലെ ഈ അക്രമത്തിൽ പരിക്കേറ്റവർ വ്യക്തമാക്കിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് 3 പേർ പാകിസ്ഥാൻ സ്വദേശികളാകാമെന്നുള്ള അനുമാനത്തിലേക്ക് എത്തിയത്. അതിനപ്പുറത്തേക്ക് 7 പേരുണ്ട് എന്നുള്ളത് സൂചിപ്പിച്ചിരുന്നു. ആ 7 പേരിൽ 3 പേർ പാകിസ്ഥാനികളും അതേപോലെ തന്നെ ബാക്കി ഉള്ളവർ അവർ ഈ പ്രദേശത്ത് തന്നെ ഉള്ളവർ ആയിരിക്കണമെന്നുള്ള അനുമാനമാണുള്ളത്. നിലവിൽ 3 പേരുടെ രേഖാചിത്രം പുറത്തുവിട്ടിട്ടുണ്ട്. ഒരാളുടെ തലയ്ക്ക് 20 ലക്ഷം വീതമാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവരെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അവർക്ക് 20 ലക്ഷം രൂപ നൽകുമെന്നുള്ളതാണ് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കിയത്. ഏതായാലും അവർ ഈ കാട് വിട്ട് ഈ പ്രദേശം വിട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് ഈ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. കാരണം ഈ സംഭവം നടന്നതിന് തൊട്ട് പിന്നാലെ തന്നെ സൈന്യവും CRPF ഒക്കെ തന്നെ ഈ മേഖല മുഴുവൻ വളഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഭീകരവാദികൾക്ക് ഈ മേഖല വിട്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘം കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ സമഗ്രമായ തിരച്ചിലാണ് ഈ മേഖലയിലേക്ക്. ഈ കാരണം കൊണ്ട്, അതായത് തീവ്രവാദികൾ ഈ മേഖലയിൽ നിന്ന് ഒഴിഞ്ഞിട്ടില്ല എന്നുള്ള അത്തരം വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സഞ്ചാരികൾക്ക് കടുത്ത നിയന്ത്രണം ഈ പെഹൽഗാവിൽ ഇവിടേക്ക് ബൈസരൻ വാലിയിലേക്ക് കടന്നു വരാൻ അവർക്ക് കഴിയില്ല. അതിന് അനുമതി ഇപ്പോൾ നിഷേധിച്ചിരിക്കുകയാണ്. സ്ഥിതിഗതികൾ സാധാരണഗതിയിലായി, അല്ലെങ്കിൽ ഈ ഭീകരർ ഈ മേഖല വിട്ടു പോയി അല്ലെങ്കിൽ അവരെ വധിച്ചു, അത്തരത്തിൽ ഏതെങ്കിലും നീക്കങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഇനി ബൈസരൻ വാലിയിലേക്ക് ആൾക്കാരെ, സഞ്ചാരികളെ കടത്തിവിടൂ എന്നുള്ളതാണ്. മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസം നടന്ന ഭീകരാക്രമണം ജമ്മു കാശ്മീരിലെ വിനോദസഞ്ചാര മേഖലയെ ആകെ തകർത്തു എന്ന് വേണം പറയാൻ. സാധാരണഗതിയിൽ ഇപ്പോൾ സീസൺ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജമ്മു കാശ്മീരിൽ സീസണാണ്. സഞ്ചാരികളുടെ വലിയ ഒഴുക്ക് ഉള്ള സമയമാണ്. കേരളത്തിൽ നിന്നുമടക്കം ആയിരക്കണക്കിന് ആൾക്കാർ വന്ന് ഇവിടെ സന്ദർശിക്കേണ്ട ഒരു സമയമാണ്. എന്നാൽ പലരും ഈ ദിവസങ്ങൾ വെട്ടിച്ചുരുക്കി ഏതാണ്ട് ഒരാഴ്ചയൊക്കെ തന്നെ ജമ്മു കാശ്മീർ കറങ്ങാൻ വേണ്ടി എത്തിയവരൊക്കെ അവരുടെ ദിവസങ്ങൾ വെട്ടിച്ചുരുക്കി അവർ തിരികെ അവരുടെ സ്വദേശങ്ങളിലേക്ക് മടങ്ങുന്ന അവസ്ഥയാണുള്ളത്. പലരുടെ ഉള്ളിലും ഇപ്പോൾ ഭീതി ജനിച്ച ഒരു സ്ഥിതിവിശേഷമാണ്. കാരണം അപ്രതീക്ഷിതമായാണ് ഇങ്ങനെ ഈ കുതിരപ്പുറത്ത് ഇതുവഴി ഇറങ്ങി വന്ന സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് മേൽ നിറയൊഴിച്ചത്. മാത്രമല്ല, അവരുടെ മതം നോക്കിയായിരുന്നു നിറയൊഴിച്ചത്. അതുകൊണ്ട് തന്നെ ഹിന്ദു വംശജരായിട്ടുള്ള ആൾക്കാർ
കാശ്മീരിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും അവരുടെ ഉള്ളിലൊരു ഭയം ജനിക്കുമെന്നുള്ളത് സ്വാഭാവികമാണ്. അത്തരം ഭയം അത് നിലനിൽക്കുന്നതിനാലാണ് സഞ്ചാരികൾ കൂടുതലായിട്ട് ഇവിടെ നിന്ന് മടങ്ങുന്നത്. ഇത് ഈ സഞ്ചാരികളുടെ ഒരു മടങ്ങിപ്പോക്ക് അത് ജമ്മു കാശ്മീരിലെ സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ ജനതയ്ക്ക് വലിയ തിരിച്ചടിയാണ്. കാരണം ഈ 2014 ശേഷം അതിനു മുമ്പ് തീവ്രവാദവും അല്ലെങ്കിൽ അത്തരം തീവ്രവാദ സംഘങ്ങളുമായൊക്കെ പണത്തിന് വേണ്ടി അവരുമായി ചേർന്ന് പ്രവർത്തിച്ചവർ പിന്നീട് ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ ദേശീയതയുടെ വഴിയിലേക്ക് വന്ന് ടൂറിസം അവരുടെ ഉപജീവന മാർഗമാക്കി അവർ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഇത്തരം ഒരു തിരിച്ചടി ഉണ്ടായത്. അതുകൊണ്ട് അതൊരു വലിയ തിരിച്ചടി തന്നെയാണ്. കാരണം ഇനിയിപ്പോൾ ഇത്തരം ഇടങ്ങളിൽ പോലും, അതായത് വിനോദസഞ്ചാരികൾ സാധാരണഗതിയിൽ വരുന്ന ഇടങ്ങളിൽ പോലും ഒരു ഭീകരാക്രമണം ഉണ്ടാകുന്ന സാഹചര്യം വരുമ്പോൾ വിനോദസഞ്ചാരികൾക്ക് എങ്ങനെ ഇനി കശ്മീരിലേക്ക് ധൈര്യത്തോടെ വരാൻ കഴിയുമെന്നുള്ള ആശങ്ക അവർക്ക് എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ അവിടെ ഉള്ളവർ തിരികെ പോകുമ്പോഴും ഈ ആശങ്ക പങ്കുവെച്ചുകൊണ്ടാണ് പോകുന്നത്. പക്ഷേ നമുക്കറിയാം, ഭാരതം വലിയ തോതിലുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് കശ്മീർ ഭാരതം ഒന്നാകെ തന്നെയും സുരക്ഷിതമാക്കേണ്ടുന്നതിൻ്റെ ആവശ്യകത വ്യക്തമായി തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നയതന്ത്ര തലത്തിൽ തീരുമാനങ്ങൾ, നടപടികൾ എടുത്തു തുടങ്ങിയ കാര്യവും നമുക്കറിയാം. പക്ഷേ ഇന്നിപ്പോൾ ഈ ഉധംപൂർ സെക്ടറിൽ എന്താണ് സംഭവിച്ചത്? അവിടെ ഈ സുരക്ഷാ സേനയും ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുണ്ടല്ലോ. അതും ഒപ്പം ഈ സർവകക്ഷി യോഗവും അതിൻ്റെ വിവരങ്ങളും. വീണ, പെഹൽഗാവിൽ നിന്നും അല്പം ദൂരെയാണ് ഈ ഉധംപൂർ സെക്ടർ എന്നുള്ളത്. സാധാരണ അവിടെ ഇത്തരം നുഴഞ്ഞുകയറ്റങ്ങൾ ധാരാളമായുള്ള മേഖലയാണ് ഉധംപൂർ. അവിടെയാണ് ഇന്നലെ നുഴഞ്ഞുകയറ്റ ശ്രമം ഉണ്ടായത്. 3 ഭീകരർ ഉണ്ട് എന്നുള്ളതാണ് സൈനിക വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇവർ സൈന്യവുമായി ഇന്നലെ രാത്രിയിലും ചെറിയ ഏറ്റുമുട്ടലുണ്ടായി. ഇന്ന് പുലർച്ചെയും അതിൻ്റെ തുടർച്ചയായിട്ട് ചില ഏറ്റുമുട്ടലുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ചില ഫയറിങ്ങുകൾ ഉണ്ടായി. ഏതായാലും ഈ 3 ഭീകരരെയും നിലവിൽ ഈ സുരക്ഷാ സേന CRPFൻ്റെയും അതേപോലെ തന്നെ സൈന്യത്തിൻ്റെയും അടങ്ങുന്ന പ്രത്യേക സുരക്ഷാ സേന ഇവരെ വളഞ്ഞിരിക്കുകയാണ് എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. അവരെ ഉടൻ വധിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അവരെ ഉടൻ പിടികൂടാൻ സാധിക്കുമെന്നുള്ളതാണ് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം മറ്റ് ചില ജമ്മു കാശ്മീരിൻ്റെ മേഖലകളിലും സമാനമായ രീതിയിൽ ഈ റ്റം ഉണ്ടായിരുന്നു. അതും കൃത്യമായി തന്നെ ചെറുത്തു തോൽപ്പിക്കുവാൻ വേണ്ടി സൈന്യത്തിന് സാധിച്ചു എന്നുള്ളതാണ്. ഏതായാലും ഈ അതിർത്തി മേഖലയിൽ ഇപ്പോൾ സുരക്ഷ വളരെ കർശനമാക്കിയിരിക്കുകയാണ്. ഈ അതിർത്തിയിൽ പ്രത്യേകിച്ച് വാഹന പരിശോധനകൾ കർശനമാക്കി. അതിർത്തി മേഖലയിൽ സാധാരണ കാൽനടയായി പോകുന്നവരെ പോലും ഇപ്പോൾ കൃത്യമായി പരിശോധിച്ച ശേഷം മാത്രമാണ് അവരെ കടത്തിവിടുന്നത്. ഒപ്പം തന്നെ ഈ വിനോദസഞ്ചാരികൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഏപ്രിൽ മെയ് മാസം ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം സീസണാണ്. ഈ മാസങ്ങളിലേക്കാണ് ഇവിടെ കൂടുതലായിട്ട് സഞ്ചാരികൾ ഒഴുകിയെത്തുന്നത്. കേരളത്തിലടക്കം വേനലവധിയാണ്. അതുകൊണ്ട് തന്നെ ധാരാളം വിനോദസഞ്ചാരികൾ എത്തുന്നു. അവരുടെ കൂടി സുരക്ഷ കണക്കിലെടുത്ത് ജമ്മു കാശ്മീരിലെ ഈ മേഖലകളിൽ, പ്രത്യേകിച്ച് ഈ ഉധംപൂർ സെക്ടറിൽ, അതേപോലെ തന്നെ ഈ പെഹൽഗാവ്, ഈ മേഖലകളിലൊക്കെ തന്നെ സൈനിക വിന്യാസം കൂടുതൽ വർദ്ധിപ്പിച്ചു. കൂടുതൽ സേനയെ രംഗത്തിറക്കിയിരിക്കുകയാണ്. കാര്യം ഇനി സുരക്ഷാ കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയോ അല്ലെങ്കിൽ പോരായ്മയോ ഉണ്ടാകാൻ പാടില്ലെന്നുള്ള കർശന നിർദ്ദേശമാണ് കേന്ദ്രം നൽകിയിരിക്കുന്നത്. ഇന്നലെ ബന്ദ് ആചരിച്ചു. അതിനൊപ്പം തന്നെ ഇന്നിപ്പോൾ ഒമർ അബ്ദുള്ള സർവകക്ഷി യോഗം വിളിച്ചിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് ഈ സർവകക്ഷി യോഗം നടക്കുക. ആ സർവകക്ഷി യോഗത്തിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ടി നേതാക്കളൊക്കെ തന്നെ പങ്കെടുക്കും. വിവിധ സംഘടനകളുടെ പ്രതിനിധീകരിച്ചുള്ളവർ പങ്കെടുക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഈ കാശ്മീർ താഴ്വരയിൽ വീണ്ടും സമാധാനം പുനഃസ്ഥാപിക്കുക എന്നതിനപ്പുറം ഈ ജനങ്ങളുടെ ഉള്ളിലുള്ള ആശങ്ക പൂർണ്ണമായും ഒഴിവാക്കി കാശ്മീരിലെ ടൂറിസം വീണ്ടും കൃത്യമായി തന്നെ അത് പുനരാരംഭിക്കുവാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ, അല്ലെങ്കിൽ വീണ്ടും അത് പഴയ തോതിൽ തന്നെ ആ ഫ്ലോയോടുകൂടി തന്നെ നടത്തുവാൻ വേണ്ടിയുള്ള തീരുമാനം, അതൊക്കെ തന്നെ ചർച്ചയാക്കാനായിരിക്കും ഒരു പക്ഷേ ഇന്നിപ്പോൾ ഈ യോഗം ചേരുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവിധ പാർട്ടികളിൽ നിന്നുമുള്ള ആൾക്കാർ ഈ യോഗത്തിൽ പങ്കെടുക്കും. ഇതിനോടൊപ്പം തന്നെ വീണ്ടും ഭാവിയിലും ഇത്തരം നടപടികൾ ഉണ്ടാകുക, അല്ലെങ്കിൽ ഇത്തരം ഭീകരാക്രമണങ്ങൾ, അല്ലെങ്കിൽ ടൂറിസം, നമുക്കറിയാം കഴിഞ്ഞ ഏറെ നാളായി ഇത്തരത്തിൽ ടൂറിസ്റ്റുകളെയോ അല്ലെങ്കിൽ സാധാരണക്കാരെയോ കേന്ദ്രീകരിച്ചുള്ള അക്രമങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഏറെ നാൾക്ക് ശേഷമാണ് ഈ സാധാരണക്കാരെ കേന്ദ്രീകരിച്ചൊരു അക്രമം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം ഇത്ര വലിയൊരു ഭീകരാക്രമണം രാജ്യം നേരിടുന്നത് ഇതാദ്യമാണ്. ഭാവിയിൽ ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കുവാനുള്ള നടപടികൾ, അത് രാഷ്ട്രീയ തലത്തിൽ ഏത് രീതിയിൽ അതിനെ പ്രതിരോധിക്കാൻ കഴിയുമെന്നുള്ള തരത്തിലുള്ള ചർച്ചകളിലേക്കായിരിക്കും ഒരുപക്ഷെ ഇന്നത്തെ സർവകക്ഷി യോഗം കടക്കുക, അല്ലെങ്കിൽ അതായിരിക്കും ഒരുപക്ഷെ ഇന്നത്തെ അജണ്ട എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഭാരതം കഴിഞ്ഞ ദിവസം പാകിസ്ഥാന് നൽകിയ സർജിക്കൽ സ്ട്രൈക്ക്, നയതന്ത്ര സർജിക്കൽ സ്ട്രൈക്ക്, അതാണ് കൃത്യമായി പറയേണ്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇൻഡസ് നദിയിൽ നിന്നുമുള്ള വെള്ളം തടഞ്ഞിരിക്കുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ഭാരതത്തിലുള്ള മുഴുവൻ പാകിസ്ഥാനികളും 48 മണിക്കൂറിനകം ഭാരതം വിടുവാൻ
നടത്തുവാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകി. നന്ദഗോപൻ അടങ്ങുന്ന ജനം TV സംഘം പഹൽഗാമിൽ ഇന്നലെ ഈ ഭീകരാക്രമണം നടന്ന ആ സ്ഥലത്ത് നിന്നുള്ള തത്സമയ വിവരങ്ങൾ നൽകുകയായിരുന്നു. ജിഷ്ണുവിലേക്ക് കൂടി പോകണം. ജിഷ്ണു ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ജിഷ്ണു, ഇപ്പോൾ നന്ദൻ ഒടുവിലായി പറഞ്ഞു വെച്ച ചില കാര്യങ്ങൾ, ഈ നയതന്ത്ര തലത്തിലുള്ള കനത്ത തിരിച്ചടി ഇതിനോടകം നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഭാരതം എത്രയും പെട്ടെന്ന് പാക് പൗരന്മാർ ഭാരതം വിട്ടു പോകണം എന്ന അന്ത്യശാസനവും നൽകിക്കഴിഞ്ഞു. അവർക്കിനി വിസ നൽകില്ല എന്ന കാര്യവും വ്യക്തമാക്കുന്നത് അടക്കമുള്ള നയതന്ത്ര തലത്തിലെടുത്ത തീരുമാനങ്ങൾക്കപ്പുറം ഇന്ന് ചേരുന്ന സർവകക്ഷി യോഗം എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യും? വീണ, സർവകക്ഷി യോഗം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. ആ സർവകക്ഷി യോഗത്തിൽ ഇന്നലെ ചേർന്നിട്ടുള്ള സുരക്ഷാകാര്യ സമിതി കൈക്കൊണ്ടിട്ടുള്ള തീരുമാനങ്ങൾ, രാജ്യം ഈ ഭീകരാക്രമണത്തിന് ഏത് രീതിയിൽ മറുപടി നൽകും, അതിനെന്തെല്ലാം തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള വിശദാംശങ്ങൾ സർവകക്ഷി യോഗത്തിലും ചർച്ച ചെയ്യും. കാരണം മുഴുവൻ ഭാരതീയരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ഭീകരാക്രമണത്തിന് മറുപടി നൽകണം എന്നുള്ള കൺസെപ്റ്റ് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാജ്യത്തിന്റെ ഭരണ നേതൃത്വവും മുൻപോട്ട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് നയതന്ത്ര തലത്തിൽ കൃത്യമായ തിരിച്ചടി, നയതന്ത്ര സർജിക്കൽ സ്ട്രൈക്ക് പാകിസ്ഥാന് നൽകുന്നതോടൊപ്പം തന്നെ സൈനിക തലത്തിലും നടപടികൾ പുരോഗമിക്കുന്നു. ജമ്മു കാശ്മീരിൽ ഭീകര സാന്നിധ്യം മുൻപ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ മേഖലകളിലും വൻ പരിശോധനയാണ് സംയുക്ത സേന ഇപ്പോൾ നടത്തിവരുന്നത്. ഒപ്പം ജമ്മു കാശ്മീരിൽ അതിർത്തി മേഖലകളിൽ പ്രത്യേക പരിശോധന നടത്തുന്നു. ഡൽഹി, മുംബൈ, ഹൈദരാബാദ്, ബംഗളൂരു, കൊൽക്കത്ത തുടങ്ങി രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം തന്നെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതായത് ഈ ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകുമ്പോൾ യാതൊരു തരത്തിലുമുള്ള മറ്റ് ഭീകരാക്രമണങ്ങൾ, പ്രകോപനങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള പ്രതിരോധ നടപടികൾ രാജ്യത്ത് ശക്തമാക്കിയിട്ടുണ്ട്. കര, വ്യോമ, നാവികസേനകൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ സർവ്വസന്നാഹത്തോടു കൂടിയാണ് പഹൽഗാമിൽ വീണ ചോരയ്ക്ക് മറുപടി നൽകാൻ ഭാരതം തയ്യാറെടുക്കുന്നത്. അതിന്റെ ആദ്യപടി എന്നുള്ള രീതിയിലാണ് നയതന്ത്ര തലത്തിലുള്ള പ്രതികരണം, ശക്തമായ തിരിച്ചടി പാകിസ്ഥാന് നൽകിയിട്ടുള്ളത്. ഞാനിപ്പോഴുള്ളത് ഡൽഹിയിൽ കേരള ഹൗസിലാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം ഈ പഹൽഗാമിൽ ഭീകരാക്രമണം നടക്കുമ്പോൾ ആ പഹൽഗാം മേഖലയിൽ ഉണ്ടായിരുന്ന ആളുകൾ പ്രത്യേക ട്രെയിനിൽ ജമ്മുവിൽ നിന്നിപ്പോൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, നിലവിൽ ജമ്മുവിലെ ഒരു സാഹചര്യം അവിടെ നിന്ന് തീർത്ഥാടകർ വിനോദസഞ്ചാരികൾ ഏത് വിധേനയും ജമ്മു കാശ്മീരിൽ നിന്ന് പുറത്തേക്ക് എത്താനുള്ളൊരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമസ്കാരം. ഈ ഒരു ഭീകരാക്രമണം നടക്കുമ്പോൾ നിങ്ങൾ ഈ പഹൽഗാം മേഖലയിൽ ഉണ്ടായിരുന്നു? ഞങ്ങളവിടെ വിസിറ്റ് ചെയ്ത 4 വ്യൂ പോയിന്റ് കാണുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് നേരം വൈകിക്കൊണ്ടാണ് നടത്താനത്. പോയിട്ട് ബൈസണിലായിട്ടാണ് രണ്ടാമത്തെ. അങ്ങനെ ബൈസണിക്ക് പോകുന്ന വഴിക്ക് പെട്ടെന്ന് ഞങ്ങളെ തിരിച്ചു വിളിച്ചാണ്ട് അങ്ങനെ റിട്ടേൺ പോകുമ്പോൾ അങ്ങനെ ആകെ അന്തരീക്ഷമൊക്കെ മാറി. പെട്ടെന്ന് ആർമിയും മൊത്തം അവിടെ എത്തി, വളഞ്ഞ് റോഡൊക്കെ ബ്ലോക്കായി. ഒന്നും പറയണില്ല. അപ്പോൾ ഒന്നും വരുന്നിട്ട് അവിടുത്തെ നാട്ടുകാരും എല്ലാവരും കൂടി ഞങ്ങളവിടെ വേഗം പുറത്തെത്തിക്കാനുള്ളതിലൊന്ന് കാണിച്ചിരുന്നത്. ഞങ്ങൾ തിരിച്ച് പാർക്കിങ്ങിലെത്തി ഞങ്ങളെ വണ്ടിയിൽ പോകണ വഴിക്കാണ് ഗൈഡ് പറഞ്ഞത് ഇവിടെ ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്, ഒരു 5 ആൾക്കായിട്ട് പരിക്ക് പറ്റി, അങ്ങനെയെന്ന് പറഞ്ഞത്. അപ്പോഴാണ് എന്തായിരുന്നു ആ സമയത്തൊരു മാനസികാവസ്ഥ? കാരണം വലിയ രീതിയിൽ വിനോദസഞ്ചാരികൾ ഒരു ആശ്വാസം അല്ലെങ്കിൽ ഒരു വിനോദത്തിന് വേണ്ടി പോകുമ്പോൾ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായപ്പോൾ എന്തായിരുന്നു അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ? ഞങ്ങളൊരിക്കലും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടാവുന്നത്. പെട്ടെന്നായിരുന്നു എല്ലാതും ഉണ്ടായിരുന്നത്. അവിടെ ഈ കുതിരയിൽ പോയിരുന്ന ആൾക്കാർക്കാണ് ഈ സംഭവം ഉണ്ടായിരുന്നത്, വെടിയിട്ടിയത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ അവിടെ നിയർ ബൈ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഗൈഡ് ഞങ്ങളെ പെട്ടെന്ന് അവിടുന്ന് പാക്ക് ചെയ്തിട്ട് ബൈസറിൽ നിന്ന് ശ്രീനഗറിലോട്ട് പോയിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട്. എങ്ങനെയായിരുന്നു ആ സമയത്ത് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അപ്പോൾ പ്രദേശവാസികളുടെയൊക്കെ ഇടപെടൽ? എല്ലാവരും നല്ല ഒരു ഇതിലാണ് പോയിരുന്നത്. മിലിറ്ററിക്കാർ നല്ല ഒരു ഇതായിരുന്നു. ട്രാഫിക്കൊക്കെ ഒഴിവാക്കിയിട്ട് ഫുള്ള് മിലിറ്ററി വളഞ്ഞിട്ടുണ്ടായിരുന്നു. ഹെലികോപ്റ്ററൊക്കെ കുറേ പോയിരുന്നു. അങ്ങനെയായിരുന്നു. ഒരു ഭയത്തിലാണോ ഇപ്പോഴും? ചെറുതായിട്ട് ഒരു ഷോക്കുണ്ട് ഇപ്പോഴും. ഈ ആ സമയത്ത് ശ്രീനഗറിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അവിടെ ഒരു അവസ്ഥ എന്തായിരുന്നു? എല്ലാവരും വിനോദസഞ്ചാരികളെല്ലാം തന്നെ അവിടെ നിന്ന് പോകാനുള്ളൊരു തയ്യാറെടുപ്പിലായിരുന്നു. കാരണം അവിടെ ഒരു തിരിച്ച് ഈ ഒരു സമയത്ത് വെക്കേഷൻ സമയമാണ്. അപ്പം ശ്രീനഗറിലേക്കും ജമ്മു കാശ്മീരിലേക്കുമാണ് തിരക്ക് അനുഭവപ്പെടേണ്ടത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ ഭീകരാക്രമണത്തിന് ശേഷം തിരിച്ചാണ് ഒരു വലിയ തിരക്ക് അനുഭവപ്പെടുന്നത്. എല്ലാവരും അപ്പം തന്നെ തിരിച്ചു വന്നാൽ ഞങ്ങൾ അന്ന് പിറ്റേ ദിവസം പുലർച്ചെ തന്നെ നാട്ടിലേക്ക് തിരിച്ച് മറ്റു പ്ലാനുകൾ ഉണ്ടായിരുന്നോ ജമ്മു കാശ്മീരിൽ കറങ്ങാൻ? ഇല്ല, ഞങ്ങൾ ലാസ്റ്റ് ദിവസമായിരുന്നു വെൽഗാമിൽ. പക്ഷേ അവിടെ മുഴുവൻ കാണാൻ പറ്റിയില്ല. അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടെ അറ്റാക്ക് ഉണ്ടാവുന്നതും റിട്ടേൺ തിരിച്ചു. ഓക്കെ, താങ്ക് യു.
ഈ പെഹൽഗാമിൽ ആ സമയത്ത് അതിൻ്റെ നിയർ ബൈ ഉണ്ടായിരുന്ന ആളുകളാണ് ഇപ്പോൾ സംസാരിച്ചിട്ടുള്ളത്. ഇവർ 23 പേരടങ്ങുന്ന ഗ്രൂപ്പാണ് ഇപ്പോൾ തിരിച്ച് ഡൽഹിയിലേക്ക് എത്തിയിട്ടുള്ളത്. അത്തരത്തിൽ ആ ഒരു ഭീകരാക്രമണം നേരിട്ട് കണ്ടും അതിൻ്റെ സമീപ പ്രദേശങ്ങളിൽ നിന്നും വലിയൊരു ഞെട്ടലാണ് സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് തിരിച്ചെത്തുന്ന ആളുകൾ. ഒപ്പം ജമ്മു കാശ്മീരിൽ നമ്മുടെ ജനൻ TV സംഘത്തോട് ശ്രീനഗറിൽ വെച്ചുമെല്ലാം പ്രതികരിച്ച ആളുകളുമെല്ലാം തന്നെ ആ ഒരു ഞെട്ടലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ 2019 ഓഗസ്റ്റിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന് ശേഷം നടത്തിയിട്ടുള്ള സൈനിക നടപടിയിലൂടെ ജമ്മു കാശ്മീരിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിരുന്നു. മുൻപ് വെടിവെച്ചുകൾ, സ്ഫോടന ശബ്ദങ്ങൾ ഉയർന്നു കേട്ടിരുന്ന കശ്മീർ താഴ്വര പൂർണ്ണമായും സമാധാനത്തിന്റെ പാതയിലേക്ക് എത്തുകയും അവിടെ സമാധാനപരമായി തെരഞ്ഞെടുപ്പ് നടത്തുന്നു, വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നു, വിനോദസഞ്ചാര മേഖലയിൽ വിപ്ലവകരമായ മാറ്റം വരുത്തുന്നു. അത്തരത്തിൽ ആളുകൾ ഭീകരവാദത്തെ വിട്ടുകൊണ്ട്, അല്ലെങ്കിൽ അവിടെ മുൻപ് ഭീകരവാദത്തെ പിന്തുണച്ചിരുന്നവർ പോലും സമാധാനത്തിന്റെ പാതയിലേക്കും മുഖ്യധാരയിലേക്കും എത്തിക്കൊണ്ട് ജമ്മു കാശ്മീരിന്റെ മുഖം പാടെ മാറുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പാക് കേന്ദ്രീകൃത ഭീകര സംഘടനകളും പാക് ചാര സംഘടനയായിട്ടുള്ള ISIയും ചേർന്നുകൊണ്ട് സാധാരണക്കാർക്ക് നേരെ ഭീകരാക്രമണം നടത്തുകയും ഭാരതത്തിലെ ജനങ്ങളെ മതപരമായി വിഭജിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് മതം ചോദിച്ചുകൊണ്ടുള്ള ഭീകരാക്രമണം വിനോദസഞ്ചാരികൾക്കും സാധാരണക്കാർക്കും നേരെ നടത്തിയിട്ടുള്ളത്. ആ ഞെട്ടലിൽ രാജ്യം ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിൽ ആ സമയത്തുണ്ടായിരുന്ന ആളുകൾ, ഒപ്പം പ്രിയപ്പെട്ടവരുടെ മരണവാർത്ത അറിഞ്ഞ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന ആളുകൾ, ഒപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ ഓരോ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടത് കേട്ടതറിഞ്ഞിട്ടുള്ള മുഴുവൻ ഭാരതീയർക്കും വലിയ ഞെട്ടലുണ്ടായിരുന്ന വേളയാണ് കടന്നുപോയത്. അത് മറികടന്നുകൊണ്ട് ഈ ഭീകരാക്രമണത്തിന്, ഈ രക്തം ചിന്തിക്കൊണ്ടുള്ള പൈശാചികമായ ഭീകര ശക്തികൾക്ക് കൃത്യമായ ഭാഷയിൽ, കടുത്ത ഭാഷയിൽ മറുപടി നൽകാനുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ഭാരതം ആരംഭിച്ചു എന്നുള്ളതൊരു വസ്തുതയാണ്. അതിൻ്റെ സുപ്രധാനമായ തീരുമാനങ്ങൾ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്നിട്ടുള്ള മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതിയിൽ കൈക്കൊണ്ടു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ നയതന്ത്ര തലത്തിൽ പാകിസ്ഥാന് നൽകിയിട്ടുള്ള മറുപടി മാത്രമാണ് വിദേശകാര്യ മന്ത്രാലയം വാർത്താ സമ്മേളനത്തിലൂടെ പരസ്യപ്പെടുത്തിയിട്ടുള്ളത്. മറ്റു തീരുമാനങ്ങൾ നടപ്പിലായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കൂ എന്നുള്ളതാണ് ആ വസ്തുത. ഏത് രീതിയിൽ സൈനികരമായി തിരിച്ചടി നൽകണം, ഏത് രീതിയിലാണ് അതിന് മറുപടി നൽകേണ്ടത് എന്ന വ്യക്തമായ തയ്യാറെടുപ്പുകൾ, പ്ലാനിംഗ് നടന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കര, വ്യോമ, നാവികസേന, ഒപ്പം പഞ്ചാബ്, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിൽ നിന്നും കൂടുതൽ സേനാ യൂണിറ്റുകൾ ജമ്മു കാശ്മീരിലേക്ക് എത്തിയിട്ടുണ്ട്. അതിർത്തി പ്രദേശങ്ങളിൽ തീർത്തും യുദ്ധസമാനമായ ഒരു സാഹചര്യം എന്ന് നമുക്ക് ആ തയ്യാറെടുപ്പുകളെ വിലയിരുത്താൻ സാധിക്കും. യാതൊരു തരത്തിലും നുഴഞ്ഞുകയറ്റമില്ലാതെ മറ്റൊരു പ്രകോപനമോ ഭീകരാക്രമണമോ നടക്കാൻ അവസരം നൽകാത്ത രീതിയിൽ പഴുതടച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അതിർത്തി മേഖലയിലും ഒപ്പം ജമ്മു കാശ്മീരിന്റെ വിവിധ പ്രദേശങ്ങളിലും നടക്കുന്നുണ്ട്. ജമ്മു ശ്രീനഗർ ദേശീയപാത, ഒപ്പം അതിർത്തി മേഖലകളിൽ നിന്ന് ശ്രീനഗറിലേക്കും ഒപ്പം ജമ്മുവിലേക്കും എത്തുന്ന പ്രധാനപ്പെട്ട റോഡുകൾ, ഇവിടങ്ങളിലെല്ലാം പ്രത്യേക പരിശോധന നടത്തുന്നുണ്ട്. രാജ്യത്തിന് വിവിധ ഭാഗങ്ങളിൽ, പ്രധാനപ്പെട്ട നഗരങ്ങളിൽ, തീർത്ഥാടന കേന്ദ്രങ്ങളിൽ, വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇവിടെയെല്ലാം തന്നെ പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഈ തിരിച്ചടിക്ക് ഭാരതം ഒരുങ്ങുന്നത്. ഒപ്പം നയതന്ത്ര തലത്തിൽ പാക് പൗരന്മാരോട് അടുത്ത 48 മണിക്കൂറിനുള്ളിൽ രാജ്യം വിട്ടു പോകാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എല്ലാ വിസയും ക്യാൻസൽ ചെയ്യും, ഇനി വിസ അനുവദിക്കുന്നത് നിർത്തിവെക്കുകയും ചെയ്യും. ഒപ്പം പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ സൈനിക ഉദ്യോഗസ്ഥരെ പുറത്താക്കിയിട്ടുണ്ട്. അവരോട് ഒരാഴ്ചയ്ക്കകം തിരിച്ചു പോകാൻ ആവശ്യപ്പെട്ടു. സിന്ധു നദീജല കരാർ റദ്ദാക്കി. കഴിഞ്ഞ 65 വർഷത്തിലധികമായി തുടരുന്ന ഇന്ത്യ പാക് യുദ്ധം നടന്നപ്പോൾ പോലും റദ്ദാക്കാതിരുന്ന കരാറാണ് ഇപ്പോൾ മോദി സർക്കാർ മരവിപ്പിച്ചിട്ടുള്ളത്. അത്തരത്തിൽ നയതന്ത്ര തലത്തിൽ പാകിസ്ഥാൻ ഭീകരശക്തികൾക്ക് പിന്തുണ നൽകുന്നു എന്ന വസ്തുത തുറന്നു കാണിക്കുന്നതോടൊപ്പം സൈനിക തലത്തിൽ ശക്തമായ നടപടിയെടുക്കാനും ഒരുങ്ങുകയാണ്. ഇതിനോടകം തന്നെ ഉദ്ധംപൂർ, കുൽഗാം തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഭീകര സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ മുൻപ് ഭീകര സാന്നിധ്യം രേഖപ്പെടുത്തിയിട്ടുള്ള പ്രദേശങ്ങളിലേക്കെല്ലാം തന്നെ സംയുക്ത സേന പരിശോധന നടത്തി വരികയാണ്. വീണ. ശരി ജിഷ്ണു.